കോട്ടയം വഴിയുള്ള ട്രെയിനുകളിലെ തിരക്ക് മൂലം പൊറുതിമുട്ടിയ യാത്രക്കാർ വേറിട്ട പ്രതിഷേധവുമായി രംഗത്ത്. രാവിലെ കോട്ടയം ഏറ്റുമാനൂർ വഴി കടന്നുപോകുന്ന ട്രെയിനുകളിൽ സൂചി കുത്താൻ പോലും ഇടമില്ല. ആളുകൾ തിങ്ങി നിറഞ്ഞ ട്രെയിനിൽ ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. വാതിൽപ്പടിയിലും മറ്റും തൂങ്ങി നിന്നാണ് ആളുകളുടെ യാത്ര. യാത്രക്കിടെ ആളുകൾ കുഴഞ്ഞു വീഴുന്നതും സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. പലതരങ്ങളിലും പരാതികളും നിവേദനങ്ങളും നൽകിയെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്നും യാത്രക്കാർ പറയുന്നു. ഇതേ തുടർന്നാണ് വേറിട്ട പ്രതിഷേധവുമായി ഫ്രണ്ട്സ് ഓൺ റെയിൽസ് എന്ന ട്രെയിൻ യാത്രക്കാരുടെ കൂട്ടായ്മ രംഗത്തെത്തിയത്. തിങ്കളാഴ്ച രാവിലെ കൊല്ലം മുതൽ എറണാകുളം വരെയുള്ള യാത്രക്കാർ നെഞ്ചിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് യാത്ര ചെയ്തു. സമാധാനപരമായ പ്രതിഷേധ മാർഗമാണ് തങ്ങൾ അവലംബിച്ചിട്ടുള്ളതെന്ന് യാത്രക്കാർ പറഞ്ഞു. വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നത്. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കാലുകുത്താൻ പോലും കമ്പാർട്ട്മെൻറ്റിൽ ഇട കിട്ടാറില്ല. പലപ്പോഴും തൂങ്ങി പിടിച്ച് കിടന്നാണ് ഈ ട്രെയിനിൽ യാത്ര. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അധികാരികൾ കണ്ണു തുറക്കാതെ ഈ ഞങ്ങളുടെ ക്ലേശങ്ങൾ ഇത് കണ്ട് പരിഹരിച്ചു തരണം. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഈ സമരപരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പല പ്രാവശ്യവും ജനപ്രതിനിധികളുടെ അടുക്കൽ ഞങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചെങ്കിലും ആരും ഇതിനൊരു ഇതുവരെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ സമാധാനപരമായ രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. തിങ്കളാഴ്ച രാവിലെയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വൈകുന്നേരവുമാണ് തിരക്ക് കൂടുതൽ. പാലരുവിയിലെ തിരക്ക് പാരമ്യത്തിലെത്തുന്ന മുളന്തുരുത്തിയിൽ വന്ദേ ഭാരത് കടന്നുപോകാൻ പിടിച്ചിടുന്നതും പരിഹാരമില്ലാതെ തുടരുകയാണ്. ബദൽ മാർഗമൊരുക്കാൻ വേണാട് ജംഗ്ഷൻ ഒഴിവാക്കിയതും പാലരുവിയിൽ തിരക്ക് കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. ട്രെയിനുകൾ വൈകുന്നതും കൃത്യസമയങ്ങളിൽ ഓഫീസിൽ എത്താൻ യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. സമയം പാലിക്കാൻ കഴിയാതെ പലർക്കും ജോലി ഉപേക്ഷിക്കേണ്ടതായും വരുന്നുണ്ട്. പാലരുവിക്കും വേണാടിനുമിടയിലെ 1.5 മണിക്കൂർ ഇടവേളയാണ് യാത്രാക്ലേശത്തിന്റെ പ്രധാന കാരണം. പാലരുവിക്കും വേണാടിനും ഇടയിൽ മെമു പാസഞ്ചർ സർവീസ് അടിയന്തരമായി പരിഗണിക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം. ഞങ്ങൾ എറണാകുളം റൂട്ടിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് രാവിലെ മെമു സൗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാലരുവി എക്സ്പ്രസ് അതിൽ കയറാൻ പോലും ഞങ്ങൾക്കിടയില്ല. അപ്പം പാലരുവി എക്സ്പ്രസ്സിനും വേണാട് എക്സ്പ്രസ്സിനും ഇടയ്ക്ക് ഒരു മെമു ആണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്യാവശ്യം. കാരണം വേണാട് നോർത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ സൗത്തിലെ ഓഫീസിലെത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു. കാരണം വളരെയധികം യാത്രാ ക്ലേശമുണ്ട്, ബ്ലോക്കുകളാണ്. അപ്പം നമുക്ക് ഏറ്റവും അധികം അത്യാവശ്യം എന്ന് പറയുന്നത് ഈ യാത്ര ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു മെമു അനുവദിച്ച് തരിക എന്നുള്ളതാണ്. പാലരുവിക്കും 16,791 പാലരുവി എക്സ്പ്രസ്സിനും 16,302 വേണാട് എക്സ്പ്രസ്സിനും ഇടയ്ക്ക് ഒരു മെമു തരികയാണ് ഒരു അത്യാവശ്യം. അതോടൊപ്പം തന്നെ പാലരുവി എക്സ്പ്രസ്സിന് 2 കമ്പാർട്ട്മെൻറ്റ് കൂട്ടിത്തരാനുള്ള ഒരു നടപടി കൂടി എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പാലരുവിയിലെ കോച്ചുകൾ വർദ്ധിപ്പിക്കുക, വന്ദേ ഭാരതിനു വേണ്ടി പാലരുവി മുളന്തുരുത്തിയിൽ പിടിച്ചിടുന്നത് തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുക എന്നീ ആവശ്യങ്ങളും യാത്രക്കാർ ഉന്നയിച്ചു. വർഷങ്ങളായുള്ള യാത്രാക്ലേശത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കൂടുതൽ ട്രെയിനുകളും കോച്ചുകളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യാത്രക്കാർ തിങ്കളാഴ്ച രാവിലെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ സംഘടിച്ച് മാസ് റെയിൽവേ അധികൃതർക്ക് മാസ് പെറ്റീഷൻ നൽകി. അസോസിയേഷൻ ഭാരവാഹികളായ ശ്രീജിത്ത് കുമാർ, അജാസ് വടക്കേടം, ശശി എൻ, രജനി സുനിൽ, ജീന, സിമി, ജ്യോതി, കൃഷ്ണ മധു എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.